ഞങ്ങൾക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കറി വെക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ. ഇതേ കാട്ടുചേന എന്ന് പറയുന്നതിന്റെ തണ്ടാണ്. കാട്ടിലുണ്ടാവണ ചേനയാണ്. പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ. ചക്കക്കുരു ചൊറിയും അടുപ്പിക്കാൻ പറ്റൂല കേട്ടോ. കറി വെച്ചാൽ രസമാണ്. ഇതും ഒരു സൈസ് മുള്ളൊക്കെ ഉണ്ടാവും ഈ തണ്ട്. നമ്മളെ സാധാ തണ്ടില്ലേ, ചേമ്പും തണ്ട്, അതിനെക്കാളും ചൊറിച്ചിലാണ്. ഒരു സൊയ്തക്കാട് അതിട്ട്. പക്ഷെ കറി നല്ലതാണ്. ചക്ക കിട്ടിയപ്പോ തന്നെ കറി വെക്കണം ഞങ്ങൾക്ക്. കാരണം ഇത് നാളേക്ക് ചിലപ്പോ പഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ അരിഞ്ഞ് വെക്കുകയാണ്. അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടിയാൽ പിന്നേക്ക് പറഞ്ഞിട്ട് വെക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒന്ന് ഉണ്ടാക്കിയ ഉടനെ തന്നെ അമ്മയ്ക്ക് കുറച്ച് കൊടുക്കും പിന്നെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കഞ്ഞിക്ക്. ഇതെവിടുന്ന് വന്നിട്ടേ ചേച്ചി അത് മരിച്ചതല്ല, ചേച്ചി അമ്മേടെ ചേച്ചി, വാണിയമ്പലത്തുള്ള ചേച്ചി, പിന്നെ മൂത്തച്ഛനും ഒക്കെ വന്നു. വണ്ടി വിളിച്ചാ വന്നു. ആ വണ്ടിയിൽ തന്നെ പോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ചായന്റെ അതൊക്കെ തിരക്കായപ്പോ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. കുറെ ദിവസമായി അമ്മേനെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്. ഓൽക്കും സുഖമില്ലാത്തതിന്. അപ്പൊ പിന്നെ വേഗം വരലും പോകലും കഴിഞ്ഞു. ആ സമയത്തല്ല നല്ല മഴയും ഒക്കെ പാടൊരു തിരക്കിയെന്നു കേട്ടോ. നല്ല എന്താ പറയാ, പഴഞ്ചക്ക തോന്നുന്നുണ്ട്. ചിലപ്പോ ഇന്ന് രാത്രിക്ക് തന്നെ ഇത് മതിരിക്കും. പിന്നെ ചക്ക സീസണൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ തീരാനായി. നമ്മളെ നാസറാക്കാരോടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ചക്കയ്ക്ക് ആവശ്യം വരുമ്പോ പറഞ്ഞാണ്. പക്ഷെ പിന്നെ ഞങ്ങള് പോയിട്ടില്ലാണ്ട് വാടക വീട്ടിക്ക്. അപ്പൊ പിന്നെ നമ്മള് കുരും കളയട്ടെ. ഈ കുരു ഇട്ടേണ്ട നാളെ നമ്മൾ ഈ കറി വെക്കാൻ പോണത്. അപ്പൊ വെക്കുമ്പോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചക്കക്കുരും ചെമ്പുന്നുണ്ട്. പണ്ടൊക്കെ കറി ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കിട്ടാലോ. ആരും കാട്ടുകൂടെ ഒന്നും പോകണില്ല. അതാണ് നല്ല കാട്ടിലൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഇത് വിചാരിക്കുന്ന ആളല്ല. നമ്മളെ ആമിക്കുട്ടി കണ്ടിവിടെ ഇരിക്കുന്നു കേട്ടോ. ആമിക്കുട്ടിക്ക് ചക്കച്ചോളം കൊടുത്തിട്ടുണ്ട്. അതവിടെ പോയിരുന്ന അരിയാണ്. ഈ കാലത്ത് ആമി ഹായ് പറഞ്ഞ കാണൂല. ഹായ് പറഞ്ഞ വർത്താനം സുഖണ്ട്. നക്കനായിരുന്നൂടെ കുറച്ചൊക്കെ ഒരു സുഖണ്ട്. ഈ മണ്ണ കത്തിക്കണ്ട. ചക്കയൊക്കെ കിട്ടുമ്പോ വന്നിരിക്കേ. ആ ചക്ക ഞാൻ പറഞ്ഞില്ലേ, ചക്ക കിട്ടുമ്പോ മുഖം കുറച്ച് തെളിവുണ്ടാവും. എന്താ അപ്പൊ ഏത് കിടക്കെങ്കിലും നീച്ച് വരും. അതേപോലെ ഒന്നും തിന്നാൻ പറ്റില്ല. തിന്നാൻ അപ്പൊ അതുണ്ടാക്കുമ്പോ ഒന്ന് വന്നിട്ടും. നമ്മളെ കൃഷിയിലാണെങ്കിൽ അപ്പഴും ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും കുഴിച്ചിടാനൊക്കെ. അപ്പൊ ഞാൻ നിർത്തിച്ച കുരുത്തര കുഴിച്ചിട്ടില്ല. സമയം കിട്ടിയില്ല. അതാണ് എന്താണ് ഓനല്ലേ ഇതിന്റെ ഇത് കളഞ്ഞു കൊടുക്കണം, കുരു കളഞ്ഞു കൊടുക്കണം, എന്നിട്ട് ഇതിമ്മ വെച്ചു കൊടുക്കണം. എന്നാ ഓൻ അരിയും. എന്നാ ഞാൻ തന്നെ അരിയുമല്ലോ. അപ്പൊ അത് ഇതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണം. സന്തോഷേട്ടനാണ് കുപ്പാന്നിട്ടാ നിങ്ങൾ ഇവിടെ വരാത്തത്. നിങ്ങൾ വരി. ക്യാമറമാൻ എന്താണ് കളഞ്ഞുതരാം. ഈ ചക്ക ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ ടോലി. അല്ലെങ്കിൽ എല്ലാ പണിക്കും ഒരു 1-ാം നമ്പർ ഓനാണ്. മീൻ പാറ സുന്ദരിയാവാ. എല്ലാവർക്കും കേട്ടോ. നിക്കടിയാടെ നിക്കവിടെ പിടിച്ചേക്കാണ്. നിക്ക് എന്നാ പോരെ അങ്ങോട്ട് വരും. മരത്തേക്ക് വരും. മരത്തേക്ക് വരണോ? എന്നാ കണ്ടു കിടക്ക്. വാ എന്നാ പിടിച്ചേക്ക്. നമ്മളെ കാറിന് ഒരു കവർ വാങ്ങിട്ട് കേട്ടോ. മുൻപ് ഒരു കവർ വാങ്ങിട്ട് നമ്മളിവിടെ വന്ന് നോക്കുമ്പോ വാട്ടർ പ്രൂഫ് അല്ല. കുറച്ച് വെള്ളാക്കി വെക്കുക. അപ്പൊ ഇത് ഇട്ടിട്ട് മഴ പെയ്തിട്ടില്ല. നല്ല മഴ പെയ്തില്ല. പിന്നെ ഷീറ്റ് ഇട്ടിയതാണ്. എന്നാലും അടിയൊക്കെ തെറിക്കണ ഈ ഇത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ആയിട്ട് നോക്കുമ്പോ അതാണ് എന്താ അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മളെല്ലാ മഴക്കാലത്തും പാറു നോക്കിട്ടുണ്ടാവും. എല്ലാ മഴക്കാലത്തേ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് മൂടിയാക്കലാണ്. ഇക്കുറി മാത്രം നമ്മള് രാറ്റ് നോക്കി കവർ ഇറങ്ങി നോക്കുമ്പോ പാറു പൂച്ചകളൊക്കെ കണ്ടേക്കാണ്. പിന്നെ കുറച്ച് പറഞ്ഞൊക്കെ ഇല്ലേ
ഉള്ളിലായിട്ടുണ്ട് ഇല്ല ഒരു ഓട്ട രണ്ടോ ഓട്ടം ഉണ്ടോ അവിടെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ല എങ്ങനെയായാലും. എന്തൊക്കെ ഉണ്ടായാലും അപ്പൂസിനൊരു കറി നിർബന്ധം അത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചോറിന് ഒരു 2 ഇലട്ടിട്ടൊരു വെള്ളം, അതിനാണ് ഈ മുരിങ്ങയുടെ ഓർഡർ നിൽക്കുന്നത്. അമ്മയ്ക്ക് ചക്കക്കൂട്ടാൻ മതിയായിരുന്നു. അപ്പോൾ താഴ്ത്താൻ കിട്ടുമോ? ഞാൻ എടുത്തോണ്ട് താഴ്ത്തി തന്നാൽ മതി. നമ്മളടുത്തേക്ക് തന്നെ തിരിഞ്ഞ് നിൽക്കോണ്ട് അപ്പുറത്തേക്ക് 2 ഇലട്ടി ഇതൊക്കെ അതിൻ്റെ കറണ്ടായി വെട്ടേൻ്റെ ആഴ്ചയെ ഇപ്പോൾ നമുക്ക് ഉണ്ടായി വരുന്നുള്ളൂ. അമ്മയ്ക്ക് ചക്ക കൂട്ടാനേ, അപ്പൂസിന് താളിപ്പ്, ഞങ്ങൾക്ക് മത്തി വറ്റിച്ചതും. ഇനി ആ ചേമ്പന്തണ്ട് നാളെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മളെ വീട് ഇവിടുന്നോട്ടോ കാണുന്ന ശരിക്കും. ഇപ്പൊ ഈ ഷീറ്റ് ഇവിടെ കെട്ടിയതുകൊണ്ട് അടുക്കള ഭാഗം കാണില്ല. അങ്ങനെ ഷീറ്റ് ഉമ്മറത്ത് കെട്ടണം. അപ്പൊ ഉമ്മറം പോറാവും പറഞ്ഞാണ് ഇങ്ങോട്ട് ആക്കിയത്. ആ വീട് ഉണ്ടാക്കിയെന്ന് കാർ കുറച്ചൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. ആ ഒരു പ്ലാനേ ഉണ്ടായില്ല അല്ലേ. കാറൊക്കെ ഇപ്പൊ നന്നായിട്ട് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ വീടിനും ഒരു കാർ കുറച്ച് കാറില്ലെങ്കിലും ഉണ്ടാക്കി വെക്കുമല്ലോ. ഇത് അന്ന് ഇപ്പൊ തോന്നാന്ന് എന്തെങ്കിലും കാട്ടിട്ട് ചെറുത് അപ്പുറത്ത് എവിടെയും ഉണ്ടെങ്കിൽ കാറ് നിർത്തിയത്. വീട് മാത്രം എന്നുള്ള ചിന്തയല്ലേ, വേറെ ഒന്നും നമ്മൾ ആഗ്രഹിച്ചില്ല. അപ്പൊ അതാ മൈൻഡാക്കിയില്ല. ഇപ്പൊ കാറിങ്ങനെ കേടുവരാണേ. നേരത്തെ ചളി മുഴുവനും തെറിക്കായി. ഇവിടെ മഴ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല മഴ അടച്ചു പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടും. നല്ല ഇരുട്ടായിട്ട് പോയി മഴ. ഇത് ഫസ്റ്റ് കുഴിച്ചിട്ടത് എത്ര കൊല്ലം മുന്നേ കുഴിച്ചിട്ടുണ്ടായി ഉണ്ടായി. എനിക്കൊന്നും പണികളൊക്കെ ഉണ്ടിട്ട് വൈജന്നലൊക്കെ ഫുള്ള് പണിയൊക്കെ തലവേദനയും ആകെ പ്രശ്നമാണ്. കടലാസ് പൂമ്മല് വേറെ കളറിൽ പൂവുണ്ടാവുന്നുണ്ട്. ഇത് റോസ് അല്ല, ഒരു ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിന് കുറെ പേരുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നൊന്നും ഇപ്പൊ പേരൊന്നും നിച്ചല്ല. അന്ന് നോക്കിയിട്ട് നിച്ചണ്ടായിരുന്നു. ഇത് കുഴിച്ചിട്ട് കരിഞ്ഞ് ഉണ്ടാവാനുള്ള കരിയലാണോ പോവാനുള്ള കരിയലാണോ നമുക്കറിയില്ല. വെച്ചിട്ടുണ്ട് എന്തായാലും കളയാതെ. പിന്നെ രാവിലെ കേട്ടോ ഈ ഭാഗത്ത് കൂടെ നോക്കാൻ രസം. ഈ പത്തനിമുല്ല പല കളറിൽ കൂടി വിരിഞ്ഞിക്കുമ്പേ റോട്ടിൽ നിന്ന് കാണാൻ തന്നെ ഒരു രസമാണ്. മഞ്ഞ, റോസ്, ഓറഞ്ച്, ഒരു ഇളം കളറിലൊരു പൂവുണ്ട്. എന്തൊരു ഭംഗിയ വെറൈറ്റി ആണ്. അത് നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു പൂവ്. പക്ഷെ അത് നമുക്ക് ഉണ്ടായി. ഈ പൂവ് ഇതിപ്പോഴും വാടിയില്ല കേട്ടോ. അത് 10 മണി പെട്ടതല്ലേ, രാത്രി 10 മണിയാണെന്നാണ് വാടിയിട്ടില്ല. ഞാൻ ഏറും ഈ 10 മണി മുല്ല വെക്കുക കേട്ടോ. ഞാൻ അതേ ഈ 10 മുല്ല എവിടെ കണ്ടാലും ചെറിയൊരു തണ്ടെടുത്തിട്ട് കുഴിച്ചിട്ടുണ്ടാക്കും. അത് നമുക്ക് നേരെ നിൽക്കുള്ളൂ വിചാരിക്കും ഞാൻ. അത് പോകുമ്പോഴേക്കും വേറെ പാത്രത്തേക്ക് പിടിച്ച് വയ്ക്കുക. അപ്പോൾ അതങ്ങനെ ഉണ്ടാവും നമുക്ക്. ഇനി ജമന്തിയൊക്കെ മുട്ടിട്ട് വിരിയാൻ തുടങ്ങുന്നുണ്ട്. റോഡിൻ്റെ വക്കിനെന്താ വെച്ചിട്ടാ. പിന്നെ നമ്മളിതേക്ക് എന്ത് രസം. അത് രണ്ടും ഇപ്പം മഴ ചെയ്തിട്ട് അത് കൊള്ളായി ചടും. തോട്ടവാഴ ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗിയല്ലേ വിചാരിച്ചിട്ട്. ഇതാ ഞങ്ങളോട് പറഞ്ഞത് ചെടിയെ നിങ്ങൾ എന്തെങ്കിലും പറിച്ച് കളഞ്ഞിട്ട്. ഇത് ചെടിയാണേ, പൂവൊക്കെ മണി വെക്കണം. അപ്പൂസ് വീഡിയോ എടുക്കുന്ന മുന്നൊക്കെ പറയും, വർത്താനം പറയാൻ മുണ്ടാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഉള്ള മുണ്ടാട്ടം ഉണ്ടാവുന്നില്ല. അതാണ് പ്രശ്നം. അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ്. അമ്മ പറയുന്നുണ്ട് പറിച്ചേക്കാം. വലിപ്പുണ്ടേ മരത്തുമ്മ കാണുമ്പോ ചെറുതാ വിചാരിക്കും. പക്ഷെ പറിച്ച് വിട്ടാൽ മൂത്തിട്ടുണ്ടതേ. നമ്മളെല്ലാവർക്കും പറിച്ചു കൊടുക്കും. ഞങ്ങളൊന്നും പഴിപ്പിക്കില്ല. ഇത് അരിയിലോ വെണ്ണീരിലോ വെച്ചാലേ ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും പഴുക്കും. അമ്മ വെറുതെ തിന്നും. നാളെ ദിവസം പാലിലടിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അമ്മേൻ്റെ വിശേഷം നമ്മൾ തുടക്കം തന്നെ അമ്മേൻ്റെ വിശേഷം പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാളെ നമ്മളെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അമ്മേൻ്റെ വിശേഷങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മേനോട് ഉമ്മർത്ത് കൊണ്ട് ഇരുത്തുന്നത് കുറച്ച് നേരം കേട്ടോ. പക്ഷെ ആ കുറച്ച് നേരം നിങ്ങളെ കാണുന്ന സമയം മാത്രമേ ഇരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരില്ല ഉമ്മർത്തേക്ക് നല്ല എവിടേക്കും വരില്ല. വയ്യാട്ടോ ഇരിക്കാൻ. അപ്പോൾ ഇപ്പോഴും സുഖമായോ ചോദിച്ചാൽ സുഖമായിട്ടില്ല. മരുന്ന് ഇന്നത്തോടെ തീർന്നു. ഇന്ന് രാവിലെ കൊടുത്തതോടുകൂടി 14 ബോട്ടിൽ മരുന്ന് ഇപ്പോൾ അമ്മയ്ക്ക് കയറ്റി. ഇനി മരുന്നില്ല. അപ്പോൾ
അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് വെച്ചിട്ട് ആ ബ്ലീഡിങ് നിന്നൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വേദനയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിക്കുക. ചോറല്ലെങ്കിലും ഇല്ല, ഈ ചെറിയരീൻ്റെ വറ്റ് ഊറ്റിയിട്ട് അതാ കൊടുക്കല്. ഒന്നും രസമല്ല വായിക്കാനിട്ട്, ഒന്നും തിന്നിട്ടില്ല. പിന്നെ ചായ ഉണ്ടാക്കിയത് കൂട്ടിയിട്ട് ഒരു കടിയും കൂട്ടി കുറച്ചൊന്ന് ചായ കുടിച്ചത് മാത്രം. ഇനിയിപ്പോൾ ചക്ക ഉണ്ടാക്കിയാൽ ചിലപ്പോൾ 2 സ്പൂണൊക്കെ കോരി തിന്നോളും വിചാരിക്കുന്നുണ്ട്. രാത്രിയൊക്കെ കൊടുക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ സുഖം എന്ന് പറയാൻ ആയിട്ടില്ല. നോക്കട്ടെ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മാസം പോകണം, അല്ലെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി പോയത് വേദന കൂടിയിട്ടേ. പക്ഷെ എന്താ വെച്ചാൽ ചില ദിവസം നല്ല ആക്റ്റീവ്, നല്ല മുഖമൊക്കെ തെളിവുണ്ടാവും കേട്ടോ അല്ലേ. കൂളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ കൊടുത്താൽ കുറിയൊക്കെ ഇട്ട് എല്ലാം ഐശ്വര്യമായിട്ടിരിക്കും. പക്ഷെ ചില ദിവസം നീക്കുന്നത് തന്നെ ഭയങ്കര ക്ഷീണത്തിലും എല്ലാം. ഇനിയിപ്പോൾ മരുന്നൂടി കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. സുഖമല്ലെങ്കിൽ ഈ മാസം തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം കൊണ്ടുപോയാൽ മതി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വിശേഷത്തിലുള്ള ഇനി കറികളൊക്കെ ആക്കട്ടെ കേട്ടോ. ചക്കക്കൂട്ടാനും മുരിങ്ങക്കൂട്ടാനും പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇനി ചാടാൻ ബോറടിക്കണ്ട. നമ്മൾ സ്ഥിരം ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പം ഇനി നാളെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.